സ്വതന്ത്ര ഇന്ത്യയുടെ 78 വർഷങ്ങൾ. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. പല രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. പക്ഷെ നമ്മൾ അതിൽ എത്ര പേര് എൻജോയ് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണല്ലേ. പറയുവാണെങ്കിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ചുപേര് മാത്രമാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത്. ബോച്ചേട്ടി കഴിഞ്ഞ മാസങ്ങളിൽ ഒട്ടനവധി ലക്ഷപ്രഭുക്കളെ കേരളത്തിന് സമ്മാനിച്ചു. ജീവിക്കാൻ പൈസ വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഒരുപാട് പേരൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നവരെയൊക്കെ സഹായിക്കാനായിട്ടൊരു വിഹിതം നമുക്ക് മാറ്റിവെക്കാം. ബോച്ചേട്ടിയിലൂടെ കോടീശ്വരന്മാരും ലക്ഷപ്രഭുവും ഭാഗ്യശാലികളൊക്കെ ആയിട്ട് നിങ്ങളും മാറട്ടെ. എന്തായാലും അടുത്ത ലക്കി ഡ്രോ വിന്നറെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഹലോ, സുജിത്തല്ലേ? ഓക്കെ, ഞാൻ ബോച്ചേട്ടി നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, സുജിത്ത് എവിടെയാണ്? സ്ഥലം എവിടെയായിരുന്നു? ഞാൻ കട്ടപ്പന. ഓക്കെ, വർക്ക് ചെയ്യുവാണോ? വർക്ക്ഷോപ്പിലാണ്. ഇന്ന് ലീവാണോ? ഇന്ന് ഭയങ്കര തുമ്മലായിരുന്നു, എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തുമ്മലായതുകൊണ്ട് എന്നെ പുതിയ വർക്ക്ഷോപ്പിലെല്ലാം അവധിയാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛന് വൈഫ് ചേട്ടക്കാരുണ്ട്. ചേട്ടക്കാരെ വീടില്ല, വെളിയിലാണ്. അമ്മയില്ല, അമ്മ മരിച്ചുപോയി. വർക്ക് ചെയ്യുന്നുണ്ടോ വൈഫ്? ഇല്ലില്ല, അവളിന്ന് വീട്ടിൽ വരെ പോയിക്കോ, അവളുടെ വീട്ടിൽ വരെ പോയിക്കോ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്? നാട്ടിലൊക്കെ ഓക്കെ. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങോട്ട്? മഴയായിരുന്നു, ഒട്ടും മഴയായിരുന്നു, ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അതല്ലേ, ഭയങ്കര മഴയായിരുന്നു. ഇന്ന് ഇച്ചിരി ഇപ്പൊ ഇരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം മഴയായിരിക്കും. പകലെല്ലാം മഴയായിരുന്നു, ഇന്നലെ ഭയങ്കര മഴയാണ്. എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടോ? മഴയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ? നമുക്ക് ഇവിടെ ചെറുതായിട്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്നാലും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയത്തൊക്കെ ആണെങ്കിലും പുറത്തൊന്നും ഇറങ്ങണ്ട. ഉരുൾപൊട്ടലൊക്കെ പറയാനുള്ളത് എവിടെയായിരുന്നു? വാഗമൺ അല്ലേ? ഓക്കെ, അതിന്റെ ഒക്കെ അടുത്തായിട്ടാണല്ലേ? ബോച്ചേട്ടി വന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? ചായ ഒക്കെ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചായിരുന്നു, കുഴപ്പമില്ല, നല്ല കടുപ്പുണ്ട്, നല്ല ചായ. വൈഫാണോ ഉണ്ടാക്കുന്നത് ചായ? ഉണ്ടാക്കാൻ അറിയോ ചായയൊക്കെ? അപ്പൊ ഇന്നത്തെ വൈഫില്ലല്ലോ, അപ്പൊ തനിയൊരു ചായ ഒക്കെ ഇട്ട് കുടിക്കേണ്ടി വരും അല്ലേ? ചായ ചായ കുടിച്ചില്ല, മടിയായിരുന്നോ? ഓക്കെ, വൈഫിന്റെ വീട് അടുത്ത് തന്നെയാണോ? ഈ രാത്രി. അപ്പൊ ഞാൻ ഓക്കെ ഓക്കെ, ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്തത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടായിരുന്നു. വൈഫിന് കൂടി ഉണ്ടാവണമെന്നുണ്ടായിരുന്നു, പക്ഷെ വൈഫില്ലല്ലോ. 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. സന്തോഷായോ? ആരാണ് ബോച്ചേട്ടി വാങ്ങാൻ തീരുമാനിച്ചത്? വൈഫാണോ അതോ? അല്ല, ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ആര്യ എന്ന് പറഞ്ഞൊരു മാഡമാണ് എനിക്ക് തോന്നുന്നത് ഫിജിക്കാട്ടിൽ നേരിട്ടേ. ഫിജിക്കാട്ടിൽ ആയിരുന്നു ആര്യ എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ പുള്ളിക്കാരി പത്തനംതിട്ടക്കാരിയാ. പുള്ളിക്കാരിയുടെ സന്തോഷമല്ലേ എടുത്തത്? നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയേക്കുന്നേ. അയ്യോ, വളരെ സന്തോഷം. എന്താണ് 10 ലക്ഷം രൂപ കിട്ടിയത്? ആദ്യത്തെ പ്ലാൻ എന്തായിരിക്കും? കടമല്ലേ, ഞാനിപ്പോ ഒരു പ്രസ്ഥാനം സ്വന്തമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. വർക്ക്ഷോപ്പാണോ സ്റ്റാർട്ട്? വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് തുടങ്ങിയുള്ളൂ. 1.5 മാസമായതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നു. അത് കഴിഞ്ഞിട്ട് 1.5 മാസം വർക്ക്ഷോപ്പ് തുടങ്ങി. അതിന്റെ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടല്ലേ? കടക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ഭാഗ്യം. ഓക്കെ, അപ്പൊ ഇനിയും വാങ്ങുക കേട്ടോ. കാരണം 10 ലക്ഷം മാത്രമല്ല, നമുക്ക് 25 കോടിയുടെ ബമ്പർ പ്രൈസും കാറും ഫ്ലാറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഫോണ്, ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുകൊണ്ട് മാത്രം ഒതുങ്ങണ്ട, നമുക്ക് ഇനിയും പ്രൈസസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എന്റെ പേര് രവിത എന്നാണ്. ഓക്കെ, അപ്പൊ ഇനിയും വാങ്ങാം കേട്ടോ. ഓക്കെ, സന്തോഷം. ആരോടും പറയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മുടെ ടീം കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാനിന്ന് കോണ്ടാക്ട് ചെയ്തത് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പ് നടത്തുന്ന സുജിത്തിനെയാണ്. 10 ലക്ഷം രൂപ അടിച്ച് ഇപ്പൊ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ആയിരിക്കുകയാണ് നമ്മുടെ സുജിത്തേട്ടൻ.
എന്തായാലും ഹാപ്പിയാണ്. ആള് ബോച്ചേട്ടി ഇനിയും വാങ്ങി 25 കോടിയുടെ ബമ്പർ പ്രൈസ് അടിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്തായാലും അടുത്ത ലക്കി ഡ്രോ വിന്നറായിട്ട് നമുക്ക് വീണ്ടും കാണാം.